ഇത് നമ്മളുടെ പുതിയ ടൈപ്പിൻ്റെ പ്രിൻ്റർ. ഇതിൽ നമ്മൾ ഡിസ്പ്ലേയിൽ തന്നെ അതിൻ്റെ വെർഷൻ കാണുന്നു. ഇതിൽ വെർഷൻ 224. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യം. ഇത് ഇവിടെ ഇപ്പോൾ ഒരു സ്വിച്ച് ഇതിൻ്റെ ഹോൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇങ്ങനെ 4 സ്വിച്ച്. ഇവിടെയും 4 സ്വിച്ച് വെക്കേണ്ട ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ ഇപ്പം 8 സ്വിച്ച് ആണെങ്കിൽ നമുക്ക് ഒരു ഇവിടെ ABCDEFGH എന്നിട്ട് അല്ലെങ്കിൽ 1 2 3 4 5 6 7 ഇട്ടിട്ട് അതിനെ പിന്നെ എന്താണ് ABCD സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പ്രിൻ്ററിൻ്റെ സൈഡിൽ വാളിൽ ഡിസ്ക്രൈബ് ചെയ്യാം. സിംഗിളായിട്ടുള്ള സ്വിച്ച് ആണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ ഫിക്സ് ചെയ്യാം. ഡീലറിൻ്റെ നെയിം സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ച് വയ്ക്കാം. ഈ ഡോറാണ് നമ്മളുടെ പ്രിൻ്റർ ഡോറ്. ഇത് ഓപ്പൺ ചെയ്യാൻ ഇവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട്. നമുക്ക് നമ്മൾ ഈ ചെറിയൊരു മുട്ടു സൂചി പോലത്തെ സാധനത്തിൽ വെച്ചിട്ട് ഈ ഹോളിനകത്ത് ഇടുക. അതൊന്ന് പതുക്കെ ഇങ്ങനെ ലിവർ ചെയ്തിട്ട് അതിനെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ മെക്കാനിസം ആൻഡ് ഈ പേപ്പർ താഴെ ഇവിടെ ഇരിക്കുന്നത് അവിടെ അവിടെ ഇങ്ങനെ ഇരിക്കും. 50 മീറ്ററിൻ്റെ റോള് നമുക്കിതിൽ ഫിക്സ് ചെയ്യാം. റോള് ഇടേണ്ട രീതി കാണിച്ചു തരാം. ഇവിടെ ഇതിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇൻസേർട്ട് പേപ്പർ ഹിയർ എന്ന്. അത് ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ താഴെ, അപ്പോൾ ഇതിപ്പോൾ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഈ ഔട്ട് ഓഫ് പേപ്പർ എന്ന് ന്യൂ റോൾ പ്ലീസ്, അത് നമ്മളുടെ പഴയ സോഫ്റ്റ്വെയർ പോലെ അതിൽ ഇൻഡിക്കേഷൻ വരുന്നു. ഇത് ഈ പേപ്പറിന് നമുക്ക് ഇപ്പോൾ ഒരു പുതിയ ഫുൾ റോൾ എടുത്ത് ആ റോള് അവിടെ ഒരു ഇത് അതിൻ്റെ ഒരു ലൊക്കേഷന് ഒരു ഇതുണ്ട്, മാർക്കുണ്ട്. അതിപ്പോൾ വീഡിയോയിൽ മനസ്സിലാവത്തില്ല. അതവിടെ ഇപ്പോൾ വെച്ച് ഈ പേപ്പർ ഇങ്ങനെ എടുത്ത് അതിന് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒന്ന് എടുത്ത് ഇടുമ്പോൾ അത് ഒരു ടെസ്റ്റ് പ്രിൻ്റ് വരും. അത് നേരത്തെ നമ്പർ വെച്ചിട്ട് ഇതിലിപ്പോൾ നമുക്ക് ഒരിക്കൽ ആ പ്രിൻ്റ് വന്ന് അതിനെ കീറി കളഞ്ഞ പിന്നീട് ഇതിനെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഈ സ്വിച്ച് ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ റിമോട്ട് വെച്ചിട്ട് പ്രിൻ്റ് എടുക്കുന്നു. അപ്പോൾ നേരത്തെ പോലെ ഇത് പാർഷ്യൽ കട്ടിൽ ഇങ്ങനെ വരും. പിന്നെ ഇതിൽ നമ്മൾ ഈ ഒരു ലോഗോ ഇതിൽ പ്രോഗ്രാം ചെയ്യേണ്ട ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഒരു 6 ലോഗോ വരെ നമുക്ക് ഒരു മെഷീനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 1 സെലക്ട് ചെയ്യാം. അത് വേണമെങ്കിൽ 1 മാത്രം വേണമെങ്കിൽ അതിനെ പ്രോഗ്രാം ചെയ്ത് തരാം, അല്ലെങ്കിൽ 2 3 6 വരെ അതിൻ്റെ ഒരു എക്സ്ട്രാ എമൗണ്ട് വരും. അത് അതിനെപ്പറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ ഇതിലിപ്പോൾ 6 ലോഗോ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അതിന് സെറ്റിങ്ങും കാണിച്ചു തരാം. ഇതിൽ നമുക്ക് മോഡ് നമ്പർ 23 പോവുക, SFX. അപ്പോൾ ഇതിൽ SFX പ്രിൻ്റ് ലോഗോ നമ്പർ 6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആ SFX പ്രസ് ചെയ്യുമ്പോൾ അത് നമ്പർ ചേഞ്ച് ആവും. നമുക്ക് ഒരു ലോഗോ വേണ്ടെങ്കിൽ ഇതിനെ 0-ൽ വയ്ക്കാം. ഡബിൾ ഡാഷ് അടിച്ചിട്ട് ഞാൻ ഒരു പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ലോഗോവും വന്നിട്ടില്ല. ഇനി ഞാൻ ഇതിനെ ലോഗോ നമ്പർ 1 ആക്കി അതിൻ്റെ ഒരു പ്രിൻ്റ് കാണിക്കാം. അത് ഞാനിപ്പോൾ ഒരു SBIയുടെ ലോഗോ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ലോഗോ നമ്പർ 3, ഇത് ലോഗോ നമ്പർ 2, ഒരു കാനറ ബാങ്കിൻ്റെ ലോഗോ വെച്ചിരിക്കുന്നു. ലോഗോ നമ്പർ 3 ഒരു ഇന്ത്യൻ ബാങ്കിൻ്റെ ലോഗോ. അങ്ങനെ ഇഷ്ടമുള്ള ലോഗോസ് നമുക്ക് മൾട്ടിപ്പിൾ ലോഗോസ് ഇതിനകത്ത് വെക്കാം. ഒരേ ബാങ്കിൻ്റെ പല ടൈപ്പിൻ്റെ ലോഗോ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. വേണ്ടെങ്കിൽ അത് ക്യാൻസലും ചെയ്യാം. ഇത് നമ്പർ 4th ടൈപ്പ്. ഇത് ഞാനൊരു പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ വെച്ചിരിക്കുന്നത്.
ഇത് ലോഗോ നമ്പർ 5. ഇത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് ലാസ്റ്റിലുള്ള ലോഗോ. ഇതിൽ ICICIയുടെ ലോഗോ. ഇങ്ങനെ നമുക്ക് പല ടൈപ്പിൻ്റെ ലോഗോസ് നമുക്ക് ഇഷ്ടപ്രകാരം പ്രിൻ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഫങ്ഷൻസ് എല്ലാം സെയിം ആണ്. ഇതിൽ പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഇത് സ്റ്റിക്കർ സെയിം ആയിരിക്കും. ഇവിടെ ഒരു സ്റ്റിക്കർ എക്സ്ട്രാ ഇങ്ങനെ QMSലാണ് QMSൻ്റെയും മറ്റേതാണെങ്കിൽ SAPയുടെ ഒരു സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഇത് യാതൊരു ടൈപ്പാണ്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അറിയിച്ചോളൂ. താങ്ക് യു.